الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട വിശ്വാസികളെ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഹദീസുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ബാബുൽ മുറാഖബയാണ്. മുറാഖബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൃത്യമായ നിരീക്ഷണം നമ്മുടെ മേലിൽ സ്ഥിരമായിട്ട് ഉണ്ട് എന്ന ബോധം നമുക്ക് വേണം. അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിലെ ഒന്നാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസാണ്. പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു ഹദീസാണ്. ഹദീസിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ ഇത്വലഅ അലൈനാ റജുലുൻ ഷദീദു ബയാദ് സിയാബി. ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ ചാരങ്ങനെ ഇരിക്കുന്ന സമയം, ഒരു ദിവസം റസൂലുള്ളാഹിൻ്റെ ചാരത്തിരിക്കുന്ന സമയത്ത് ഒരു അസാധാരണമായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ വളരെ നല്ല വെളുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. വശദീദു സവാദി ഷാരി, കറുകറുത്ത മുടിയാണ് അദ്ദേഹത്തിൻ്റെത്. വലാ യുറ അലൈഹി അസറു സഫരി, അദ്ദേഹത്തിന് യാത്രയുടെ ക്ഷീണം അല്ലെങ്കിൽ യാത്രയുടെ അടയാളമൊന്നും അദ്ദേഹത്തിൽ കാണാനില്ല. വലാ യഅരിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും അദ്ദേഹത്തെ അറിയുകയുമില്ല. ചുരുക്കത്തിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു വ്യക്തി കടന്നു വരുന്നു. കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും അറിയും, മദീനക്കാരല്ലെങ്കിൽ പിന്നെ ദൂരെന്ന് വരുന്ന ആളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അങ്ങനെ ഒരു ദീർഘയാത്രയുടെ ഒരു അടയാളവും കാണാനില്ല. ഏതായാലും ഹത്താ ജലസ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആ വ്യക്തി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ റസൂലുള്ളാഹിന്റെ കാൽമുട്ടുകളോട് ചേർത്ത് വെച്ചു. നമ്മൾ നിലത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഒന്നാമത്തെ അത്തഹിയാത്തിലൊക്കെ ഇരിക്കുന്ന രൂപത്തിൽ ഇരുന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? ഒരാളുടെ കാൽമുട്ടിനോട് ചേർത്ത് മുഖം തിരിഞ്ഞിരിക്കുമ്പോൾ കാൽമുട്ടുകൾ ചേർത്ത് വെക്കാൻ കഴിയില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്തിരുന്നു. കഫൈഹി അലാ ഫഖിദൈഹി, എന്നിട്ട് തൻ്റെ കൈകൾ രണ്ടും തൻ്റെ തുടയുടെ മുകളിൽ വെച്ചു. ഇരിക്കുമ്പോൾ ആ രൂപം മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് വസഅല ഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഓ മുഹമ്മദ്, എനിക്ക് ഇസ്ലാമിനെ പറ്റി ഒന്ന് പറഞ്ഞു തരണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത വ തുഅതിയ സകാത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാമിനെ പറ്റി എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ആദ്യമായി ആവശ്യപ്പെട്ട ഈ വ്യക്തി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹു ഇലാഹാണ് എന്ന് മനസ്സറിഞ്ഞ് എന്ത് ചെയ്യണം? ഖൽബ് കൊണ്ട് ഏറ്റെടുക്കണം, ഷഹാദത്ത് കലിമ ചൊല്ലണം എന്നർത്ഥം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകനാണ് എന്നുള്ളതും മനസ്സുകൊണ്ട് സമ്മതിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുത്തു കിട്ടണം, നോമ്പനുഷ്ഠിക്കണം, സൗകര്യമായാൽ ഹജ്ജ് നിർവഹിക്കുകയും വേണം. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം കാര്യങ്ങളെ റസൂലുള്ള വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, സദഖ്ത,
നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാല അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅജിബ്നാ ലഹു, അദ്ദേഹത്തിൻ്റെ ഈ ഒരു രീതി കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്താ കാരണം? യസ്അലുഹു വയുസദ്ദിഖുഹു, റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരാളുടെ താല്പര്യം എന്താ? ആ കാര്യം അറിയാ എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി അത് വിശദീകരിച്ചു കൊടുത്ത ഉടനെ അദ്ദേഹം പറയുന്നു, സ്വദഖ്ത, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇദ്ദേഹം ചോദിക്കുന്നത് റസൂലുള്ളാഹിനോട് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം തന്നെ അതിനെ ശരിവെക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അതിൽ കൂട്ടിച്ചേർക്കുക. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, വഖാല, എന്നിട്ട് പിന്നെയും അദ്ദേഹം ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഈമാൻ, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാനിനെ കുറിച്ച് കൂടെ പറഞ്ഞു തരൂ എന്ന് അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു. ഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശദ്ദിഹി വ ബിൽ ഖദരി ഖൈരിഹി വ ശദ്ദിഹി. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൽ വിശ്വസിക്കണം, മലായികത്തുകളിൽ വിശ്വസിക്കണം, അവൻ്റെ കിതാബുകളിൽ വിശ്വസിക്കണം, അവൻ്റെ മുർസലുകളിൽ വിശ്വസിക്കണം, അതുപോലെ തന്നെ അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ എന്തും കൂടെ വിശ്വസിക്കണം? അള്ളാഹു, മലക്കുകൾ, കിതാബ്, റുസുല്, അന്ത്യനാൾ, അതുപോലെ തന്നെ ഖദർ കൊണ്ട് വിശ്വസിക്കണം, വിധി കൊണ്ട് വിശ്വസിക്കണം. എല്ലാ ഖൈറും ഷെറുമായ എല്ലാ വിധികളും അള്ളാഹുവിൽ നിന്നാണ് എന്നുകൂടെ നീ വിശ്വസിക്കണം. അതാണ് ഈമാൻ കാര്യം എന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്തു. ഖാല, അപ്പോൾ വ്യക്തി ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എങ്കിൽ നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുകൂടെ പറഞ്ഞു തരൂ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ഏത് രൂപത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അവൻ്റെ ഒരു ഏറ്റവും നല്ല രൂപത്തിൽ ഒരു അടിമ തൻ്റെ കർത്തവ്യം നിർവഹിക്കേണ്ട രീതിയാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രൂപത്തിൽ ഒരടിമ തൻ്റെ കർത്തവ്യ നിർവഹണം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി കൂടെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ ആരാധന നിർവഹിക്കുമ്പോൾ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ ഇബാദത്ത് ചെയ്യലാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നീ ഇബാദത്ത് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മുടെ അധ്യായം ഇതിനെക്കുറിച്ചാണ്. ബാക്കിയുള്ള ഈമാൻകാരി ഇസ്ലാംകാരിയൊക്കെ ഈ ഹദീസിൻ്റെ ഭാഗത്തിൽ വന്നതാണ്. റസൂലുള്ളാഹി അതിനോട് ഈ വന്ന ആഗതൻ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഇഹ്സാൻ. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പം എന്താണ് പറഞ്ഞത്? അള്ളാഹു നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നീ എങ്ങനെയായിരിക്കും ഇബാദത്ത് ചെയ്യുക, അതുപോലെ നിന്റെ ഇബാദത്തുകൾ നിർവഹിക്കണം. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും ആലോചിക്കണ്ട. നമ്മളൊരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ഉദാഹരണമായിട്ട് എം എ യൂസുഫ് അലി, ആ യൂസുഫ് അലിയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വഭാവം എന്തായിരിക്കും, നമ്മുടെ ഇടപെടലിൻ്റെ രീതി എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ വളരെ നല്ല ഡ്രസ്സായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക, ശബ്ദം നല്ല മാന്യമായ സംസാരമായിരിക്കും, വളരെ മാന്യമായ ഇടപെടലുകളായിരിക്കും നമ്മൾ നടത്തുക. സമാനമായി നമ്മളൊരു വലിയ സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പോലീസ് അധികാരികളുടെയോ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ വലിയ സ്ഥാനമുള്ള ആരെ സമീപിക്കുമ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന രീതി എന്താണ്? അദ്ദേഹത്തെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മളൊരു ഇടപാട് നടത്തുമ്പോൾ നമ്മൾ വളരെ വശ്യമായ മാന്യമായ രീതിയിലേ പെരുമാറും. അതുപോലെ അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നീ ഇബാദത്ത് ചെയ്യാൻ. യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നിട്ട് റസൂലുള്ള പറയാം, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്റെ മുമ്പിലുണ്ട്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട്
നീ നിന്റെ ഇബാദത്തുകൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ നിർവഹിക്കണം. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം. ഇതാണല്ലോ നമ്മുടെ ചാപ്റ്റർ. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ച് പറയുന്നു. അള്ളാഹു ആകുന്ന CCTV നമ്മെ കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹദീസ് തീർന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ആഗതൻ വീണ്ടും ചോദിക്കുകയാണ്, ഖാല ഫഖ്ബിർനി അനി സാഅ, എപ്പോഴാണ് അന്ത്യനാൾ വരിക എന്നുള്ളതിനെ കുറിച്ച് കൂടെ പറഞ്ഞു തരണം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സായിലി, ചോദിച്ച ആളെക്കാൾ ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ട എനിക്കൊരു അറിവുമില്ലല്ലോ, എന്തു ചെയ്യും എന്ന് റസൂലുള്ള തിരിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖ്ബിർനി അൻ അമാറത്തിഹ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരൂ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ, അൻ തലിദൽ അമതു, ഒരു അടിമ സ്ത്രീ ഗർഭം ചുമക്കലാണ്, റബ്ബതഹ, തൻ്റെ ഉടമയെ അടിമ സ്ത്രീ ഗർഭം ചുമക്കലാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ള സൂചിപ്പിക്കുന്നത് പിൽക്കാലത്ത് എന്ത് ചെയ്യും, അടിമ വ്യവസ്ഥ വളരെ വ്യാപകമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വൈവാഹിക ജീവിതത്തിന് പുറമെയും ഒരുപാട് സ്ത്രീകളെ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്യും, അടിമ സ്ത്രീയിൽ കുട്ടികൾ ഉണ്ടാകാൻ തുടങ്ങും. അടിമ സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടി യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുടെ കുട്ടി തന്നെയാണ്, പക്ഷേ ഉടമയുടെ കുട്ടി കൂടെയാണല്ലോ അല്ലേ. ഉടമയുടെ കുട്ടി എന്താണ്, അടിമയുടെ ഉടമസ്ഥനാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ട്. ആ അടിമ സ്ത്രീയെ പിന്നെ അടിമ സ്ത്രീയിൽ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു കൂട്ടുക എങ്കിൽ ഈ സ്ത്രീയുടെ മകനായിരിക്കും ഈ കുട്ടി, പക്ഷെ അതോടൊപ്പം എൻ്റെ കുട്ടി കൂടെയാണ്. എൻ്റെ കുട്ടി എന്ന അർത്ഥത്തിൽ, ഉടമസ്ഥനാകുന്ന എൻ്റെ കുട്ടി എന്ന അർത്ഥത്തിൽ ഈ അടിമ സ്ത്രീയുടെ ഉടമസ്ഥൻ എന്ന സ്ഥാനത്തു കൂടെയാണ് ആ കുട്ടിയെ പരിഗണിക്കുക. അതാണ് റസൂലുള്ള സൂചിപ്പിച്ചത്. എന്ത്, അൻ തലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ എന്ത് ചെയ്യും, തൻ്റെ ഉടമയെ ഗർഭം ചുമക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് വ്യാപകാർത്ഥത്തിൽ വരിക എന്നുള്ളത് ഖിയാമത്ത് നാള് അടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത യതതാവലൂന ഫിൽ ബുൻരിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ, വളരെ ദുർബലരായി നടന്നിരുന്ന, വളരെ ദരിദ്രരായി നടന്നിരുന്ന, ചെരുപ്പ് ധരിക്കാത്ത, വസ്ത്രം ധരിക്കാത്ത, ആടൊക്കെ മേഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരെ എന്ത് ചെയ്യുന്നു, യതതാവലൂന ഫിൽ ബുൻയാൻ, അവർ വലിയ ആഡംബര ജീവിതം നയിക്കുന്നത് നീ കാണുന്നു. യതതാവലൂന ഫിൽ ബുൻയാൻ എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങുകളിൽ അവർ റോന്തു ചുറ്റുന്നതായി നീ കാണുന്നു എന്നാണ് അതിനർത്ഥം. അതിനുദ്ദേശം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഒന്നുമില്ലാത്ത മനുഷ്യർക്ക് അല്ലാഹു തആല ധാരാളം സമ്പത്ത് കൊടുക്കുന്നു. അവർ വലിയ പണക്കാരായി മാറുകയും അവരൊക്കെ വലിയ ആഡംബര ജീവിതം നയിക്കുകയും അത് കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാം. കിബിർ നടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യാം. ഇതും എന്തിൻ്റെ അടയാളമാണ്? ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ സാധുക്കളായി നടന്നിരുന്ന പല മനുഷ്യന്മാരും എന്തായി, ദുനിയാവ് ലഭിക്കുകയും ധാരാളം സമ്പത്ത് ലഭിക്കുകയും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഫഖ്ർ നടിച്ച് കിബിർ നടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നു എന്നാണ് റസൂൽ. അതും എന്തിൻ്റെ അടയാളമാണ്? ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഇത് പറയലോടുകൂടെ ഈ ആഗതൻ സുമ്മൻ തലക്ക വന്ന വ്യക്തി എന്ത് ചെയ്തു? തിരിച്ചുപോയി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫലബിസ്ന മലിയൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. അതിനുശേഷം സുമ്മ ഖാല, റസൂലുള്ള തങ്ങൾ പറയാണ് ഉമർ തങ്ങളോട്, യാ ഉമർ അതദിരി മനിസ്സായിൽ, ഈ ചോദ്യകർത്താവ് ആരായിരുന്നു? മുമ്പ് നടന്ന സംഭവത്തിലെ ചോദ്യകർത്താവ് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ ഉമർ തങ്ങളെ എന്ന് ചോദിക്കുന്നുണ്ട് റസൂലുള്ള. അപ്പോൾ ഖുൽതു, ഉമർ തങ്ങൾ പറയാണ്, അല്ലാഹു റസൂലുഹു അലം. അപ്പോൾ ഖാല,
അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു ഫഇന്നഹു ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ്, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ കാര്യങ്ങളൊക്കെ. അതിനു വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വന്നതാണ് എന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്തു. നമ്മുടെ ചർച്ചാ വിഷയം എവിടെയാണ്? ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം ഇഹ്സാനാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് പുതിയ കാലത്ത് വളരെ വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും CCTVക്ക് നിരീക്ഷണത്തിലാണ് എന്ന ബോർഡ് എല്ലായിടത്തും കാണുന്നവരാണ് നമ്മൾ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊറ്റക്കല്ല, നമ്മെ കാണുന്നവരുണ്ട്, നിരീക്ഷിക്കുന്നവരുണ്ട് എന്നാണ്. അപ്പോൾ ആ നിരീക്ഷണം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നവരാണ്. അപ്പോൾ അള്ളാഹു നമ്മെ എല്ലാ സമയത്തും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന ബോധമാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നിരീക്ഷണം ഏതെങ്കിലും മറകളെ കൊണ്ട് തടയാൻ സാധിക്കില്ല. നമ്മുടെ ഹൃദയത്തെ കൂടെ വായിക്കാൻ കഴിയുന്നതാണ് അള്ളാഹുവിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ കൃത്യമായി ബോധ്യം ഉണ്ടായിക്കൊണ്ട് ആ ഭയഭക്തിയോടുകൂടെ വേണം നമ്മൾ ഇബാദത്ത് ചെയ്യാൻ. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഏത് ഭൗതികരായ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകളെ സമീപിക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മനുഷ്യനെന്ന അർത്ഥത്തിൽ നമ്മൾ വലിയ ബഹുമാനം കൊടുക്കുന്നു, വിനയം പ്രകടിപ്പിക്കുന്നു, അതനുസരിച്ച് നല്ല വശ്യമായ പെരുമാറ്റം നമ്മൾ കാണിക്കുന്നു. ഇതുപോലെ അള്ളാഹു ആകുന്ന നമ്മുടെ യജമാനൻ്റെ മുമ്പിൽ ആണ് ഉള്ളത് എന്ന് എല്ലാ സമയത്തും നമുക്ക് ബോധം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇബാദത്തുകളിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ, ഒരു മനസ്സിന് ഒരു റാഹത്ത് കണ്ടെത്താൻ നമുക്ക് എപ്പോഴും കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പല ഹദീസുകളുടെയും പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആ നിരീക്ഷണത്തെക്കുറിച്ച് ബോധമുള്ളവരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.